ഈ നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെ ജീവിതം ഉറപ്പായിട്ടും അവരുടെ അർത്ഥികളെയും സ്വാധീനിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ മനോഭാവവും ജീവിതശൈലിയും തീർച്ചയായിട്ടും അവരുടെ മക്കളെയും സ്വാധീനിക്കും. ഒരു ദിവസം ഗുരുവും ശിഷ്യനും കൂടി ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പോൾ റോഡരികിൽ ചെളിവെള്ളം കിടക്കുന്നത് കണ്ടു. ഗുരു ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? ഇത് അഴുക്ക് വെള്ളമല്ലേ എന്ന് ശിഷ്യൻ മറുപടി പറഞ്ഞു. ഗുരു പിന്നെയും ചോദിച്ചു, കുറച്ചുകൂടി സൂക്ഷിച്ചു നോക്ക്. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, അതിൽ ഞാൻ നീലാകാശം കാണുന്നുണ്ട്. അങ്ങനെ ജീവിതമാകുന്ന നമ്മുടെ നീലാകാശത്തെ തെളിമയുള്ളതാക്കാൻ അതിലുള്ള അഴുക്കിനെ ഇല്ലാതാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചയെ കൂടുതൽ പ്രകാശമുള്ളതാക്കാൻ, നന്മയുള്ളതാക്കി മാറ്റാനായിട്ട് തടസ്സപ്പെടുത്തുന്ന എല്ലാ തടിക്കഷ്ണങ്ങളെയും നമുക്ക് എടുത്തു മാറ്റാം. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ പ്രകാശിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ എടുത്തു മാറ്റാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കാഴ്ചയുള്ളവരായി മാറാം. ജീവിതത്തിൽ വിശുദ്ധിക്ക് തടസ്സമായിട്ടുള്ള തടിക്കഷ്ണങ്ങളെ എല്ലാം എടുത്തു മാറ്റാനായിട്ടുള്ള ഒരു സമയമായെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മളെ തന്നെ അന്ധകാരത്തിലാക്കുകയും ഒപ്പം നമ്മുടെ കൂടെയുള്ളവരെ ഇരുട്ടിലാക്കുകയും ചെയ്യും. കുരുടൻ കുരുടനെ നയിക്കുന്നത് പോലെ ആദ്യമേ നമ്മുടെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റി സ്വയം പ്രകാശിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.